എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ഡയറി എഴുത്ത്. ഞാനും ചെയ്യുമായിരുന്നു. ഈ ഡയറി എഴുത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും തോന്നുന്ന കാര്യങ്ങൾ ഹാപ്പി ആയിരുന്നോ, സാഡ് ആയിരുന്നോ, അതുപോലെ തന്നെ ദേഷ്യവും സങ്കടവും ഒക്കെ എഴുതുന്ന ഒരു ഡയറി. എല്ലാവർക്കും ഉണ്ടാവില്ലേ അങ്ങനെ. ഈ ദേഷ്യമൊക്കെ മാറാനും ദേഷ്യവും സങ്കടമൊക്കെ മാറാനും ഈ എഴുതിയ സാധനം കീറിക്കളഞ്ഞാൽ മതി എന്നുള്ളൊരു തോന്നലും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഈ ജേർണലിങ്ങിൻ്റെ പുറകെയാണ്. ഈ ഒരു ഡയറി വാങ്ങുന്നതിന് മുന്നേ എനിക്കിഷ്ടമുള്ളൊരു ഡയറി എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ബി.എഡ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമായത് കൊണ്ടിട്ട് ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു ഡയറി. ഈ ഒരു ഡയറി എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് കുറേ മെമ്മറീസ് ഉള്ള ഒരു ഐറ്റമാണിത്. ഞങ്ങൾ ബി.എഡ് പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇതിനകത്ത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കളിച്ചതൊക്കെ ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡയറിയിൽ ഫസ്റ്റ് എഴുതുന്നത് അങ്ങനെ കുറച്ച് തോട്ട്സും മെമ്മറീസും ഒക്കെ ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ കുറച്ച് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് സ്റ്റിക്കേഴ്സ്. നമ്മുടെ കിറ്റിനകത്ത് പോരാത്ത സ്റ്റിക്കേഴ്സ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കിറ്റിനകത്താണെങ്കിലും അത്യാവശ്യം വിൻറ്റേജ് ലുക്കും എസ്തെറ്റിക് ആയിട്ടുള്ള ഒത്തിരി സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു ജേർണൽ ഡയറി വാങ്ങിച്ചപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്കുണ്ടായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ. പക്ഷേ എഴുതി തുടങ്ങിയപ്പോൾ എബൌട്ട് മീ എഴുതാമെന്ന് വിചാരിച്ചു. അതൊരു ക്ലീഷേ സാധനം ആയതുകൊണ്ടിട്ട് അതൊഴിവാക്കി ദിസ് ജേർണൽ ബിലോങ്സ് ടു സഞ്ജന സിബി എന്ന് എഴുതി. ഏകദേശം അതും ക്ലീഷേ തന്നെയാണ്, എന്നാലും ഇരിക്കട്ടെ. ഈ ഒരു ജേർണൽ അവസാനിപ്പിച്ചപ്പോഴാണ് എനിക്ക് പറ്റിയൊരു തെറ്റ് ഞാൻ അറിഞ്ഞത്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കുന്നുണ്ട്, അതുവരെ വെയിറ്റ് ചെയ്യണേ. ജേർണലിങ് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമാണല്ലേ. അത് വലിയവർ ചെറിയവർ ഒന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ ജേർണലിങ് നമ്മൾ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ജേർണൽ സപ്ലൈസ് വാങ്ങിക്കുമ്പോൾ സ്റ്റിക്കേഴ്സ് നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിലും കുറച്ചും കൂടെ നമുക്ക് ലാഭമായിട്ട് തോന്നിയത് നമ്മളിപ്പോൾ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് അത് ക്യാൻവാലിട്ട് എഡിറ്റ് ചെയ്ത് നമുക്ക് സ്റ്റിക്കർ പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഒന്ന് ഡയറി അല്ലെങ്കിൽ ജേർണൽ ബിലോങ്സ് ടു സഞ്ജന എന്ന് എഴുതിയിട്ട് ഞാൻ അറഞ്ചം പുറഞ്ചം കുറേ സ്റ്റിക്കേഴ്സ്, എനിക്കിഷ്ടപ്പെടുന്ന സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്നതിന് അപ്പുറത്തായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമുക്ക് ഹാപ്പി ആണോ, നമ്മുടെ മൂഡ് സ്വിങ്സ് ഒക്കെ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു ഡയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പണ്ടുള്ളവർ ജേർണലിങ്ങിന് പകരമായിട്ട് ഈ ഡയറി എഴുത്ത് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെയൊക്കെ സംബന്ധിച്ച് ഈ ഒരു ഡയറി എഴുത്തും അതുപോലെ തന്നെ ഈ ജേർണലിംഗ് ഒക്കെ ഭയങ്കര റിലാക്സിങ് ആയിട്ട് തോന്നും. ഒരു ഈവനിങ് ടൈം ആയപ്പോഴാട്ടോ ഞാൻ ഇതൊക്കെ എടുത്തത്. ഇതിങ്ങനെ തപ്പിപ്പിടിക്കുന്നതും ഇതിന് ചേരുന്ന സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കുന്നതൊക്കെ നമുക്ക് ഇതിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് അതൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ ഡയറി ബാക്ക് സൈഡിലാണ് ഫസ്റ്റ് പേജാണെന്ന് പറഞ്ഞ് തുറന്ന് ചെയ്തിട്ടുള്ളത്. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ജേർണലിംഗ് ആണ് ഇഷ്ടം എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി കൂട്ടുകാരുണ്ട്, അവർ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യണം കേട്ടോ.